ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയിട്ട് പോവാം. സിംഗിൾ ഡാഡ്, പ്രൊഫസർ. അതെ, ഹീറോയി ഒരു പ്രൊഫസറാണ്. ഹീറോയ്ക്ക് 23 വയസ്സ്, ജിമ്മിനിക്ക് 18 വയസ്സ്. നമ്മൾ സ്റ്റോറിയിട്ട് പോവാം. അങ്ങനെ ഹീറോയി കോളേജ് അംഗത്ത് ഇങ്ങനെ നടന്നുകൊണ്ട് വരുന്നത്. ജിമ്മിൻ സാഡായിരുന്നു. മച്ചാ എന്താടാ ജങ്കുക്ക് കേട്ടോ, എന്താടാ എടാ മണ്ട, നമുക്ക് ഹോംവർക്ക് തന്നിരുന്നുടാ. ഞാൻ 2 മാത്രമേ എഴുതുന്നുള്ളൂ, ഫുൾ എഴുതി വന്നിട്ട് മച്ചാ, അത് മറന്നു, അതാ ഞാൻ ഇപ്പോൾ എഴുതുന്നത്. അയ്യോ എടാ നീ എഴുതിയോ? ഞാൻ എഴുതിയിട്ട. വിയും ജങ്കുക്ക് ഷോക്കായിരുന്നു. അയ്യോ നമ്മ മറന്നല്ലോ. ജങ്കുക്ക് ചിരിക്കായിരുന്നു. എടാ നമുക്ക് 2 പേർക്ക് ബോംബ് തോന്നുക. ജിമ്മിന് പറയാൻ തുടങ്ങി, എന്താടാ മച്ച ഇങ്ങനെ ടെൻഷൻ ആക്കുന്നത്, നിങ്ങൾ എഴുതിനാ ഇങ്ങനെ കഷ്ടപ്പെടില്ലായിരുന്നു. എപ്പോഴൊക്കെ ബുക്ക് എടുത്ത് നടക്കല്ലേ നീ. സോറിടാ മച്ച, പറയായിരുന്നു കുറച്ച്, നിങ്ങൾ ഉറങ്ങിപ്പോയി, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ജിമ്മി സ്മൈൽ ചെയ്തായിരുന്നു. ഹീറോയി ക്ലാസ്സിൽ വന്നു. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഇരുന്നോ? ഞാൻ തന്നെ ടെസ്റ്റ് എഴുതി മാഡം. അങ്ങനെ എല്ലാവരും ബുക്ക് എടുത്തിട്ട് പോവാം. അങ്ങനെ എല്ലാവരും ബുക്ക് എടുത്ത് ഹീറോയിൻ നോക്കി. ശരി ഓക്കെ, ബുക്ക് കിട്ടെ. ഡിന്നർ ടൈം കഴിഞ്ഞ ശേഷം നിങ്ങൾ വന്ന് ബുക്ക് മേങ്ങിയാൽ മതി, മനസ്സിലായോ? ഓക്കെ മാം. ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഹീറോയി ക്ലാസ് എടുക്കാൻ തുടങ്ങിയായിരുന്നു. ക്ലാസ് പഠിപ്പിക്കാമായിരുന്നു ഹീറോയി. ഓക്കെ ഇതാണ് നിങ്ങൾക്ക് ക്ലാസ്. അങ്ങനെ ഒരു ഹീറോയി ക്ലാസ് എടുക്കാൻ തുടങ്ങിയായിരുന്നു. ക്ലാസ് നന്നായിട്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞിരുന്നു. ബുക്ക് ഇങ്ങനെ ഹീറോ എഴുതിയായിരുന്നു. ബുക്ക് മാം ബുക്ക്. ശരി ബുക്ക് ഇപ്പോൾ ഹീറോ ക്ലാസ് എടുത്തായിരുന്നു. ശരി ഓക്കെ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ ആയിട്ട് ഇപ്പോൾ കുറച്ച് പേര് ടെസ്റ്റ് എഴുതായിരുന്നു. ശരി ഓക്കെ, ഞാൻ ടെക്സ്റ്റ് ബുക്ക് എഴുതി തന്നവന് നിങ്ങൾ എഴുതിക്കോന്നിട്ട്. മാഡം ഇന്ന് പ്രീ വേർഡ് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് ക്ലാസ് ടീച്ചറില്ല, നിങ്ങൾ ഈ ബുക്ക് ഇപ്പോൾ വന്നിട്ട് മേങ്ങിക്കോളണം. ഡിന്നർ കഴിഞ്ഞ പിന്നെ ക്ലാസ് തുടങ്ങും. 2 പീരീഡിൽ സാറില്ല എന്ന് ഹീറോ പറഞ്ഞു ഇവിടുന്ന് പോയി. അങ്ങനെയായിട്ടുള്ള 2 പേർക്ക് സ്റ്റുഡൻസ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പോൾ വന്ന് നിങ്ങൾ ബുക്ക് മേങ്ങണം, പിന്നെ ഡിന്നർ ടൈം ആകുമ്പോൾ നിങ്ങൾ മേങ്ങണം, ബാക്കി ഡിന്നർ ടൈമിൽ മേങ്ങണം എന്ന് പറഞ്ഞായിരുന്നു. ശരി ഓക്കെ മാം എന്ന് പറഞ്ഞായിരുന്നു. കുറച്ച് ഹീറോ ഇവിടെ ഇരുന്നു. ശരി ഓക്കെ ക്ലാസ് എടുത്തവർ പഠിപ്പിച്ച് കഴിഞ്ഞ് അവിടെ പോയിട്ടിരുന്നു. അങ്ങനെ കുറച്ച് ബുക്ക് ഹീറോയി ചെയ്തായിരുന്നു. ഫസ്റ്റ് ബുക്ക് കിട്ടി. ശ്വേത. എസ് മാം. ശരി ഇതാ ശ്വേത ബുക്ക്. താങ്ക്സ് മാം. ജെത്തി. മാം. അങ്ങനെയായിട്ട് ഓരോന്ന് നെയിം വിളിച്ചായിരുന്നു. അങ്ങനെയായിട്ട് ഇങ്ങനെ കുറേ ഗേൾസായിട്ട്. ഓക്കെ, ഇനി 6 പേരുണ്ട്. 6 പേര് ഇനി ഉച്ചയായിട്ട് ഡിന്നർക്ക് ശേഷം നിങ്ങൾ വന്നാൽ മതി. ഓക്കെ മാഡം. ശരി, ക്ലാസ് ലീഡർ ഹോംവർക്ക് തന്നിട്ടുണ്ട്, ഇത് നീ ഇത് ചെയ്തത് ഇപ്പോൾ ഉച്ച ഡിന്നർ വരാൻ പോവാം, അതുകൊണ്ട് നിങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ മാം എന്ന്. ഇപ്പോൾ ഓടുന്ന വായിക്കേണ്ട, ഇതിലേതോണ് എല്ലാവരും എഴുതിക്കോ. ശരി മാം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ബെല്ലടിച്ചു. അങ്ങനെ ഹീറോ വെളിയിൽ പോയി. ശരി മാം ഇന്ന് ക്ലാസ്സില്ല അങ്ങനെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഉച്ച ഡിന്നറെല്ലാം കഴിച്ചു. ഫുഡെല്ലാം കഴിച്ചു. മാം പോകാൻ പറഞ്ഞു. 6 പേരും ഇങ്ങനെ മാം കമ്മിങ് മാം. ശരി ഓക്കെ വാ. അശ്വതി. ഐസ് മാം. മാർക്ക്. അശ്വതി കുറച്ച് തെറ്റിട്ടുണ്ട്, കുറച്ച് നേരെ എഴുതിയാൽ നന്നായിട്ട് വരും. താങ്ക്സ് മാം. 2 അത് തെറ്റോ സാറില്ല എന്ന് പറഞ്ഞു. ക്രിഷ്. മാം. മാം ഇല്ലപ്പാ, നിങ്ങൾ 2 പേരും നന്നായി ഇത് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല കുറച്ച് ഇതിൽ 3 തെറ്റിച്ചാൽ ബാക്കിയുള്ള ശരിയാക്കി എഴുതിക്കോ. ശരി ഗുഡ് ബോയ്. താങ്ക്സ് മാം. ജെമിൻ. മാം. എന്താടാ ഇത് ചെയ്തിട്ട് വെച്ചത് മാഡം? അത് എന്താ ഇതിൽ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ടോ? ഇതിപ്പോൾ എഴുതിയതാ മാം, അത് കുറച്ച് ലേറ്റായിരുന്നു. സാരല്ല, വെരി ഗുഡ് എന്ന് പറഞ്ഞു ജിമ്മിനിക്ക്. ശരി മാം. അങ്ങനെയായിട്ട് ജിമ്മിന് പോയി. ജാങ്കോക്ക്. മാം. എന്താടാ ബുക്കിലൊന്നുമില്ല? മാഡം ഞാൻ ബുക്ക് കൊണ്ടുവന്നില്ല. ബുക്കിൽ എഴുതിയിട്ടില്ല മാം, ഞാൻ എഴുതിയിട്ട മാഡം. നീ എന്താടാ 2 എഴുതിയിട്ടുള്ള? 2 മാഡം, ഞാൻ 2 തോട്ടിൽ എഴുതിയതാ. അവൾ മേങ്ങിയതാ ബുക്ക്. ശരിടാ, അത് ഒരു ക്ലാസ്സിലിടോ. ജങ്കുവിൻ്റെ കയ്യിൽ ബുക്ക് പത്തിയെടുത്ത് പോയിരുന്നു. ഇതെന്താ അവിടെ മാഡം? സാരില്ലടാ മാഡം, അവന് 2 എഴുതിയാ, നീ എന്താടാ 4? മാഡം അതില്ല മാം, എൻ്റെ അമ്മയ്ക്ക് വേദനയാണ്, അതുകൊണ്ട് മറന്നു പോയി മാം എന്ന് പറഞ്ഞു. ശരി ഓക്കെ. അങ്ങനെയായിട്ട് പിന്നെ ഒരു ഗേളെ വിളിച്ച്. അങ്ങനെ കുറച്ച് അങ്ങനെ കഴിഞ്ഞാൽ ശരി ഓക്കെ. അങ്ങനെ എല്ലാവരും പോയി. എടാ നമ്മളെ മാം ഭയങ്കര ടെറർ പീസടാ, ആരെ കല്യാണം കഴിക്കാൻ പോകുന്ന അറിയില്ല അങ്ങനെയായിട്ട് പറഞ്ഞായിരുന്നു. ശരി ഓക്കെ എന്ന് ജങ്കുക്ക് പറഞ്ഞു. എടാ
ബേബിനെ വിളിച്ചുകൊണ്ട് വരണ്ടേ, അതും മറന്നുപോയി. അങ്ങനെ ജാങ്കോക്ക് ബൈക്ക് എടുത്ത് ജിമ്മിൻ ബൈക്കിൽ കയറി. ജിമ്മിൻ ചേട്ടിടാ ഡ്രോപ്പ് ചെയ്യടാ എന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് രണ്ടുപേരും ബൈക്ക് എടുത്തുകൊണ്ട് അങ്ങനെയായിട്ട് ഇവിടെ വന്നു സ്കൂൾക്ക്. അങ്ങനെ സ്കൂളിൽ ഒരു ബേബി കുടുകുടു ഓടി വന്നു. 1ാം ക്ലാസ് പഠിക്കുകയാണ്. ഡാഡി എന്ന് ഹക്കിച്ചത്. ഹായ് ബേബി, എങ്ങനെയുണ്ട് ഡാഡി? ഡാഡി കോളേജിൽ പോയി വന്നതാ. അതെടാ, ഡാഡി കോളേജിൽ പോയിട്ട് വന്നത്. ബാ നമ്മ പോവാ വീട്ടിലേക്ക്. അതിനായിട്ട് വീട്ടിലകത്ത് വന്നു ജിമ്മിന് മമ്മി. മോളെ മോനെ പോയിട്ട് വന്നു. അതിനായിട്ട് ആ ബോയ് ബേബി പറഞ്ഞ് അങ്ങനെ മൂച്ച് പറയാൻ തുടങ്ങി. ഗ്രാൻഡ് മാ, ഞങ്ങൾ പോയിട്ട് വന്നതാ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയായിട്ട് ജിമ്മിന് പറയാൻ തുടങ്ങി. എന്താ? അതെ അമ്മ, അവളെവിടെ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഗുഡു ഓടി വന്ന് ഡാഡി എന്ന ഗേൾ ബേബിയാണ്. എന്നാ മോളെ, നിനക്ക് എങ്ങനെയുണ്ട് കാല്? ഡാഡി, എനിക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റില്ല. 2 ട്വിൻസാണ്. ഫസ്റ്റ് ബോയ് ബേബി, ഗേൾ ബേബിയാണ്. എൻ്റെ കാല് വേദന കൊണ്ട് മിഷീൻ എടി ഇവിടെ നോക്ക്, മിഷീൻ എനിക്ക് ഹോംവർക്ക് വരും തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2 പേര് പറയായിരുന്നു. 1ാം ക്ലാസ്സാണ് 2 കുട്ടികൾ പഠിക്കുന്നത്. അങ്ങനെ 2 പേര് പഠിക്കാൻ പോയി. ശരി, ഓക്കെ. ജിമ്മിൻ പറഞ്ഞ അവിടെ നിന്ന് കുളിക്കാൻ പോയി. ജിമ്മിനൊക്കെ എല്ലാവർക്കും ഭയങ്കര കടലത്തെ ചിരുന്ന് റൂമിനകത്ത് പോയിട്ട് ഭയങ്കര കരിയാണ്. എല്ലാം ഇരുന്നെടുത്തു ലൈഫ്. അങ്ങനെ ജിമ്മിന് ഭയങ്കര കരിയായിരുന്നു. അവരുണ്ടായിരുന്നു, കഷ്ടമില്ല. അങ്ങനെ ജിമ്മിന് ഒരുപാട് നിരിച്ച് കരിയായിരുന്നു. സാഡായിരുന്നു ജിമ്മിനൊക്കെ. അങ്ങനെയായിട്ട് ജിമ്മിന് കുളിച്ച് ഫ്രഷായി ഡിന്നർ കഴിച്ചു. ശരിടാ, ഹോംവർക്കെല്ലാം കഴിഞ്ഞു. ഹോംവർക്ക് ഉണ്ട് മമ്മി. അങ്ങനെ ജിമ്മിന് പോയിട്ട് എഴുതാൻ തുടങ്ങിയായിരുന്നു. ജിമ്മിന് എല്ലാ ഫ്ലാഷ് ബാക്കും ഓർത്ത് അങ്ങനെ ഫ്ലാഷ് ബാക്കിൽ ഓർക്കുമ്പോൾ ജിമ്മിനൊക്കെ കരച്ചൾ വരാം. അങ്ങനെയായിട്ട് ഡേയ്സ് പോകാൻ തുടങ്ങി. ഒരു ദിവസം ഹീറോയിൻ നോക്കുമ്പോൾ ഹീറോയിൻ ഇപ്പോൾ ഇങ്ങനെ പുറത്ത് വന്നത് സ്കൂൾ ലീവാണ്, കോളേജ് ലീവാണ്. ഹീറോയിൻ വെളിയിൽ വന്ന ഫ്രണ്ടിനെ കൂടെ സംസാരിച്ച് അങ്ങനെ 2 കുട്ടികൾ ഓടി കളിക്കുന്നത് കണ്ട് ഡാഡിയായിട്ട് ജിമ്മിന് പോയിട്ട് ഹക്കിച്ചത്. ഇത് കണ്ട് ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. എന്ത് 18 വയസ്സിന് എനിക്ക് 18 വയസ്സായി എനിക്ക് കല്യാണം കഴിഞ്ഞോ? അതെന്താ ബേബീസ്? അങ്ങനെ ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അങ്ങനെയായിട്ട് ജിമ്മിൻ്റെ അടുത്ത് ബേബീനോട് കഴിച്ചോ ഇരുന്നോ എന്ന് ജിമ്മിൻ്റെ മമ്മി ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നോ എന്ന് വരി